നമസ്കാരം. ബോസ്കോ ക്യാമ്പസ് വിഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ജോസഫ് ചാക്കോ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോൺ ബോസ്കോ കോളേജ് കോട്ടയം. ഈ വീഡിയോ ലെക്ചറിൽ BBA BCom വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലയബിലിറ്റി എന്ന ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. Discharge of surety from liability. A surety is said to be discharged when his liability under the contract comes to an end. The following are the various modes of discharge of surety. Number 1. By notice of revocation from the surety. A surety may revoke the guarantee at any time by giving a notice of revocation to the creditor. Only continuing guarantee can be revoked by notice. ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു ഷുവർട്ടിയുടെ ബാധ്യത അവസാനിക്കുമ്പോഴാണ് ആ ഷുവർട്ടി തൻ്റെ ബാധ്യതയിൽ നിന്ന് മുക്തമായി അല്ലെങ്കിൽ ഡിസ്ചാർജായി എന്ന് പറയുന്നത്. ഒരു ഷുവർട്ടിക്ക് അനേകം മാർഗങ്ങളിലൂടെ തൻ്റെ ബാധ്യതയിൽ നിന്ന് മുക്തമാകാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ആകാം. അതിലൊന്നാമത്തതാണ് ബൈ ഗിവിങ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ടു ദ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ഷുവർട്ടിക്ക് താൻ നൽകിയ ഗ്യാരണ്ടി അഥവാ ഉറപ്പ് പിൻവലിച്ചതായി അല്ലെങ്കിൽ റിവോക്ക് ചെയ്തതായി കാണിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് ക്രെഡിറ്റർക്ക് നൽകുന്നതിലൂടെ തൻ്റെ ബാധ്യതയിൽ നിന്ന് ഒരു ഷുവർട്ടിക്ക് മുക്തമാകാം. പക്ഷേ ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിക്ക് മാത്രമേ ഇത്തരത്തിൽ നോട്ടീസ് നൽകി അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് അറിയിപ്പ് നൽകി തൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ ഷുവർട്ടിക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി എന്ന് നോക്കാം. When a guarantee extends to a series of transactions, it is called a continuing guarantee. Second mode, by death of the surety. A continuing guarantee is revoked on the death of the surety. In this case, revocation is effective for future transactions only, and the surety's legal heir remains liable for the transactions already entered into before the death of the surety. അതായത് ഷുവർട്ടിയുടെ മരണത്തോടുകൂടി അദ്ദേഹത്തിന് തൻ്റെ ബാധ്യതയിൽ നിന്ന് മുക്തി ലഭിക്കുന്നു. ഇവിടെ പറയുന്നത് ഒരു കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി ആണെങ്കിൽ ഷുവർട്ടി മരിക്കുന്നതോടുകൂടി അത് പിൻവലിക്കപ്പെടും, ആ ഗ്യാരണ്ടി പിൻവലിക്കപ്പെടും, പിന്നീട് അദ്ദേഹത്തിന് ബാധ്യതയില്ല. പക്ഷേ ഇത് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിന് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഇടപാടുകൾക്ക് നൽകിയിരിക്കുന്ന ഗ്യാരണ്ടിക്ക് മാത്രമേ ഇത് ബാധകമാവുകയുള്ളൂ. നിലവിലുള്ള ചില ഇടപാടുകൾക്ക് ഈ മരണപ്പെട്ടു പോയ ഷുവർട്ടിയുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ ലീഗൽ ഹെയർസ് ആ ഗ്യാരണ്ടി പാലിക്കാൻ, ഉറപ്പ് പാലിക്കാൻ ബാധ്യസ്ഥനായിരിക്കും. കാരണം ഷുവർട്ടി മരിക്കുന്നതിന് മുമ്പ് തുടങ്ങി വെച്ച ചില ഇടപാടുകളായതുകൊണ്ടാണ്. പക്ഷേ ഇദ്ദേഹം കണ്ടിന്യൂയിങ് ഗ്യാരണ്ടിയിൽ ഇനിയും ഭാവിയിൽ നടക്കാനിരിക്കുന്ന ചില ഇടപാടുകൾക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പ് അത് ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിക്കപ്പെടുകയാണ്. അതിന് പിന്നെ ഷുവർട്ടി ബാധ്യസ്ഥനല്ല, അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികളും ബാധ്യസ്ഥരല്ല. Now let us see the third mode, by variance in terms of contract. If without the consent of the surety, the creditor makes any material change in the terms of the contract with the principal debtor, the surety is discharged from liability. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഷുവർട്ടിയുടെ സമ്മതമില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ ഒരു ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററുമായിട്ടുള്ള കരാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കരാറിൻ്റെ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഷുവർട്ടിക്ക് തൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാം അല്ലെങ്കിൽ മുക്തമാകാം. ഫോർത്ത് മോഡ്, by release or discharge of the principal debtor. If the creditor releases or discharges the principal debtor from the liability, then the surety is discharged automatically from his liability under the guarantee. നാലാമതായി പറയുന്നത് ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററിനെ അയാളുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ, റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുവർട്ടിക്കും തൻ്റെ ബാധ്യതയിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. ഫിഫ്ത്ത് മോഡ്, by composition with the principal debtor. If the creditor makes amicable settlement with the principal debtor without the consent of the surety,
then the surety is discharged from his liability under the guarantee. അഞ്ചാമത്തെ സാഹചര്യത്തിൽ ഒരു ഷുവർട്ടിയുടെ കൺസെൻ്റ് ഇല്ലാതെ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററുമായി ഒരു ആമിക്കബിൾ സെറ്റിൽമെൻറ്റ് അഥവാ രമ്യമായ ഒരു പരിഹാരത്തിലൂടെ ആ ഇടപാട് തീർക്കുകയാണെങ്കിൽ ഷുവർട്ടിക്ക് തൻ്റെ ബാധ്യതയിൽ നിന്ന് മുക്തി ലഭിക്കുന്നതാണ്. Sixth mode, by giving more time to the debtor. If the creditor gives more time to the principal debtor for the repayment of loan amount without the consent of the surety, then the surety is discharged from his liability. അതായത് ആറാമതായി പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഡെറ്റർക്ക് ക്രെഡിറ്റർ എടുത്ത തുക കടമെടുത്ത തുക തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയം നൽകുകയാണ്, അതും ഷുവർട്ടിയുടെ കൺസെൻ്റ് അഥവാ സമ്മതമില്ലാതെ നൽകുകയാണെങ്കിൽ ഷുവർട്ടിക്ക് തൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആകാവുന്നതാണ് അല്ലെങ്കിൽ മുക്തി നേടാവുന്നതാണ്. സെവൻത് മോഡ്, ബൈ പ്രോമിസ് നോട്ട് ടു സ്യൂ ദ പ്രിൻസിപ്പൽ ഡെറ്റർ. If without the consent of the surety, the creditor enters into another agreement with principal debtor and promises not to file a suit against him, then the surety is discharged from the liability under the guarantee. സാധാരണഗതിയിൽ ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ കടമെടുത്ത തുക തിരിച്ചടയ്ക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം പ്രിൻസിപ്പൽ ഡെറ്റർക്കാണ്, കടമെടുത്ത വ്യക്തിക്കാണ്. ഇനി അഥവാ കടമെടുത്ത വ്യക്തി പ്രിൻസിപ്പൽ ഡെറ്റർ അത് തിരിച്ചടയ്ക്കുന്നില്ല എങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ആ കടം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തേണ്ടത് ക്രെഡിറ്ററാണ്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഷുവർട്ടിയുടെ സമ്മതം പോലുമില്ലാതെ ഒരു ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്ററുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും കടം തിരികെ നൽകിയില്ല എങ്കിലും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ല എന്ന തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ഷുവർട്ടിക്ക് തൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് പൂർണ്ണമായും മുക്തി ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മുക്തി നേടാവുന്നതാണ്. Eighth mode, by losing the security by the creditor. At the time of making guarantee, if the creditor has some security against the principal debtor, and if the creditor loses or parts with the security without the consent of the surety is discharged from the liability to the extent of the value of the security. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെറ്റർക്ക് കടം കൊടുക്കുന്ന അവസരത്തിൽ പ്രിൻസിപ്പൽ ഡെറ്ററുടെ ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള ചില വസ്തുക്കൾ തൻ്റെ കൈവശം ഇരിക്കുകയും പിന്നീട് ഷുവർട്ടിയുടെ സമ്മതമില്ലാതെ ഈടായി തൻ്റെ കൈവശം ഇരിക്കുന്ന ഈ വസ്തുക്കളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പ്രിൻസിപ്പൽ ഡെറ്റർക്ക് ക്രെഡിറ്റർ മടക്കി നൽകുന്ന സാഹചര്യത്തിൽ എത്ര വിലയ്ക്കുള്ള അല്ലെങ്കിൽ എത്ര മൂല്യത്തിനുള്ള സാധനങ്ങളാണോ മടക്കി നൽകിയത് അത്രയും തുകയ്ക്കുള്ള ബാധ്യതയിൽ നിന്ന് ഷുവർട്ടിക്ക് മുക്തി ലഭിക്കുന്നതാണ് ഈ കോൺട്രാക്റ്റിൽ. Let's see one example. Suppose in a contract of guarantee, creditor gave a loan of rupees 1 lakh to principal debtor and has some gold ornaments of principal debtor in his custody, having money value of rupees 80,000. Without the consent of the surety, the creditor gave some gold ornaments of value rupees 40,000 back to principal debtor. Then the surety is discharged from his liability to the extent of rupees 40,000. Now surety is liable only for rupees 60,000. അതായത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ക്രെഡിറ്റർ 1,00,000 രൂപ പ്രിൻസിപ്പൽ ഡെറ്ററിന് കടം കൊടുക്കുന്ന അവസരത്തിൽ പ്രിൻസിപ്പൽ ഡെറ്ററിൻ്റെ ഉടമസ്ഥതയിലുള്ള 80,000 രൂപ മൂല്യമുള്ള കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ക്രെഡിറ്ററുടെ കൈവശം ഇരിക്കുകയാണ്. ഈ വസ്തുത ഷുവർട്ടിക്ക് അറിയാവുന്നതുമാണ്. എന്നാൽ ഷുവർട്ടിയുടെ സമ്മതമില്ലാതെ ക്രെഡിറ്റർ ഈ 80,000 രൂപ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് 40,000 രൂപ മൂല്യമുള്ള കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പ്രിൻസിപ്പൽ ഡെറ്റർക്ക് മടക്കി നൽകുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഷുവർട്ടിക്ക് മടക്കി നൽകി 40,000 രൂപയ്ക്ക് പിന്നീട് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. ആകെ ബാധ്യതയുള്ള 1,00,000 രൂപയിൽ ഷുവർട്ടിക്ക് ഇപ്പോൾ 40,000 രൂപയുടെ മേൽ ബാധ്യതയില്ല. പകരം
ബാക്കിയുള്ള 60,000 രൂപയ്ക്ക് മാത്രമാണ് ഷുവർട്ടിക്ക് ഇനി ബാധ്യത ഉള്ളത്. 9th mode, by invalidation of the contract of guarantee. The surety is liable under the guarantee only if the contract of guarantee is valid. Where a guarantee is obtained by fraud, coercion, undue influence, etc., then it will not be valid and the surety is not liable under such a guarantee. 9th പോയിന്റിൽ പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സാധു ആണെങ്കിൽ മാത്രമേ ഷുവർട്ടിക്കും ആ കോൺട്രാക്റ്റിൽ ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന്, ഗ്യാരണ്ടി നേടിയെടുക്കുന്നത് ഫ്രോഡിലൂടെ, കോഴ്സിലൂടെ, അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ, അതായത് ചതി, വഞ്ചന, ബാഹ്യമായ ഇടപെടലുകൾ, ശാരീരികമായി ഉപദ്രവിക്കുക എന്നുള്ള ഭീഷണി, അന്യായമായ സ്വാധീനം, ഇത്തരം മാർഗങ്ങളിലൂടെയാണ് ഗ്യാരണ്ടി നേടിയെടുക്കുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റും ഇൻവാലിഡ് ആയിരിക്കും, വാലിഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഷുവർട്ടിക്കും ഇത്തരം കോൺട്രാക്റ്റുകളിൽ ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ഡിസ്ചാർജ് ഓഫ് ഷുവർട്ടി ഫ്രം ലയബിലിറ്റി എന്ന ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കും വിവരങ്ങൾക്കുമായി ഞങ്ങളുടെ കോളേജിൻ്റെ യൂട്യൂബ് ചാനലായ ബോസ്കോ ക്യാമ്പസ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.